കോൺഗ്രസ്സുകാർ കൊണ്ട് പറഞ്ഞ പോലെ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നവരെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടിയുടെ സെറ്റപ്പ് അങ്ങനെയാണ്. ചട്ടക്കൂട് ആ രീതിയിലായതുകൊണ്ട് അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുകയില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് തുടരാൻ കഴിയും. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് എക്സംഷൻ ഉണ്ട്, പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹത്തിന് എക്സംഷൻ ഉണ്ട്, സംസ്ഥാന നേതൃത്വത്തിൽ അദ്ദേഹത്തിന് എക്സംഷൻ ഉണ്ട്, മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് എക്സംഷൻ ഉണ്ട്. അദ്ദേഹം ഒഴിച്ച് വേറെ ആരും തന്നെ ഒരു പ്രത്യേക പ്രായത്തിനപ്പുറം നിലനിർത്തിയിട്ടില്ല. ഇദ്ദേഹത്തോടൊപ്പം ഈ സ്ഥാനത്തുണ്ടായിരുന്ന എല്ലാ ആളുകളെയും തന്നെ ഒഴിവാക്കി അദ്ദേഹത്തെ മാത്രം തുടരാൻ അനുവദിച്ചു. അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുമ്പോൾ തന്നെ മുമ്പൊരിക്കലും കേട്ടുകേൾവില്ലാത്ത പോലെ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിനെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും താരതമ്യേന ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ഭരണപരിചയം കുറഞ്ഞ അദ്ദേഹത്തിന് വളരെ എണ്ണപ്പെട്ട വകുപ്പുകൾ, ഒന്ന് പൊതുമരാമത്താണ്, മറ്റൊരു ടൂറിസമാണ്, ഇങ്ങനെയുള്ള വകുപ്പുകൾ ഏൽപ്പിച്ചു കൊടുക്കും. മാത്രവുമല്ല ഒരു ഭരണഘടനാ ബാഹ്യശക്തിയായിട്ട് ഈ മരുമകൻ വളർന്നു വരുന്നു. ബാഹ്യ മന്ത്രിമാരുടെയൊക്കെ വകുപ്പുകളിൽ ഇദ്ദേഹം ഇടപെടുന്നു. അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ കാര്യത്തിൽ പോലും ഇദ്ദേഹം ഇടപെട്ട് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി ഉള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് തീർച്ചയായിട്ടും പാർട്ടിക്കാരുടെ ഇടയിൽ വലിയ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പാർട്ടിക്കാർക്ക് മുറുമുറുപ്പുണ്ട്, പക്ഷേ തുറന്നു പറയാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ് അവസ്ഥ.